പിള്ളേർക്ക് എണീറ്റ് പോകുമ്പോ ലൈറ്റ് ഫാനെല്ലാം അങ്ങ് ഓഫ് ആക്കിക്കൂടെ? കറണ്ട് ബില്ല് വരട്ടെ, എന്നാലും ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ഓഫ് ചെയ്തതാ. ഫാൻ ഇടാൻ പറ്റില്ല, അവിടെ ഇരിക്കും. ആ ഫാൻ ഇടാൻ പറ്റില്ല, ചൂടെടുത്തിട്ടമ്മ. ഞാൻ ഈ റൂമിൽ കയറി വരുമ്പോ ഫാന് കറങ്ങുമായിരുന്നു. ആരാ ഇട്ടിട്ട് പോയത്? ഞാൻ എപ്പോഴും ഫാനും ലൈറ്റും ഓഫ് ചെയ്തിട്ടാ പോവാറ്. അമ്മയുടെ പൊന്നാര മകളോട് ചോദിക്കേ, കൃഷ്ണേച്ചി എന്നും വന്നാലും കൃഷ്ണേച്ചിയാണ് ഫാനൊക്കെ ഓൺ ചെയ്ത് പോവാ. സത്യമായിട്ട് ഞാൻ കണ്ടതല്ലേ. നല്ല ബെഡ്ഷീറ്റ് വിരിക്കണം, അവിടെ ഇരിക്കുന്നു. ചൂടെടുക്കണം, ഞാൻ വേർത്ത് വന്നതാ. ഇരിക്കട്ടെ, കാറ്റ് കൊള്ളാനും സമ്മതിക്കൂല. 10 മിനിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഫോണും എന്റെ കയ്യിൽ കൊണ്ടുതരണം. ഫാൻ ഓഫ് ചെയ്തിട്ട് വേണം റൂമിൽ നിന്ന് വെളിയിൽ വരാൻ. ഓ സെറ്റ്. സെറ്റ്. കളിക്കുന്നത് കാർ ഗെയിമാ. പഠിച്ചു കഴിഞ്ഞിട്ടാ ഞാൻ കളിക്കണം. എല്ലാം ചാപ്റ്ററും പഠിച്ചു. വേണ ചേച്ചിയോട് ചോദിച്ചു. കൂട്ടുക വേറെ ഒരു പണിയില്ലേ കൂട്ടുക? ചോര ഇത്ര പെട്ടെന്ന് വന്ന എന്താണ് ഓൺലൈനിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? നീ എന്നാ റൂമിൽ ഫാനും ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാഞ്ഞത്? ഓഫ് ചെയ്തില്ലേ? ഓഫ് ചെയ്തതിന് ഞാൻ ഇവിടെ വന്ന് ചോദിക്കും എന്നോടിപ്പോ? ഞാൻ മറന്നുപോയതായിരിക്കും. അങ്ങനെ മറന്നു പോകുന്നതെങ്കിൽ ഇനി ഈ വീട്ടിലെ ഒരു സ്വിച്ചിന്റെ മേലെ നിന്റെ കൈ വെക്കാൻ പാടില്ല. അതെന്താ പറച്ചിലാണ്? അതെന്താ എനിക്ക് കൈവച്ച? ഞാൻ കൈവെക്കും. എടി ആവശ്യം കഴിഞ്ഞാൽ അതെല്ലാം ഓഫ് ചെയ്തുകൂടെ? എത്ര പൈസ കറണ്ട് ബില്ല് വരുന്നത്? എന്റെ അമ്മ പറയണ പോലെ അല്ല. എനിക്ക് ഭയങ്കര ടെൻഷനാ. ചിലപ്പോ അതൊക്കെ മറന്നിരിക്കും. വെറുതെ കുത്തിയിരുന്നിട്ട് ഫോണിഞ്ഞോണ്ട് നിൽക്കുന്നത് നിനക്ക് ടെൻഷൻ അല്ലേ? ഈ വെറുതെ കുത്തിയിരിക്കുന്നത് അത്രയ്ക്ക് ചെറിയ സംഭവമായിട്ട് കാണരുത്. അപ്പോഴാ ടെൻഷൻ കൂടുന്നേ. അത് അമ്മക്ക് അറിയില്ലേനും മക്കളെ, കാരണം നമുക്ക് വെറുതെ ഇരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട്. അത് ശരി, എനിക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അത് നല്ലൊരു ചെക്കൻ വന്നിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നവര് മാത്രമേ ഉള്ളൂ. എന്ത് അന്നാ നീ ഇപ്പൊ ചിരിച്ചേ? അല്ല, ഈ കല്യാണക്കാര്യം പറയുമ്പോ എനിക്ക് ഭയങ്കര നാണം. നല്ല അടികൊള്ളാത്തതിന്റെ പ്രശ്നം പറയുന്നല്ല. ഫിസിക്കൽ വയലൻസ് പാടില്ല. ഫിസിക്കൽ വയലൻസ് പറഞ്ഞാലേ അതെ AI ഉണ്ടോ ഇപ്പൊ ഉള്ളത്. ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ വയലൻസിന്റെ എല്ലാ റൂൾസും പറഞ്ഞു തരും. അതായത് നിയമ നടപടികൾ. അതാരാ? അതാരാന്ന്? AI. അതന്നെയാ ഞാൻ ചോദിച്ചത്, അതാരാന്ന്? അമ്മ AI. അതന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്, ആരാന്ന്? എന്റെ ഈശ്വര, അതെ എനിക്ക് അറിയുന്ന ഒരാളാ. അത് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ആൾക്കാരോട് ചാറ്റും ചെയ്തിട്ട് എന്റെ അമ്മേ, അത് നോക്കട്ടെ. സമാധാനം കിട്ടാത്തത്. ലോക്ക് നിർത്തിയ ഇതിന്റെ ലോക്ക് നമ്പർ എത്രയാണ്? എന്തിനാണ് ഇത് ഓണാക്കിയത്? ഇതെങ്ങനെയാ ഇതാക്കുന്നത്? അത് ഓണാക്കിട്ട് എന്തിനാ? എനിക്കറിയുന്ന ലോക്കല്ലേ വെക്കേണ്ടത്. കാണിക്ക്. എന്തിനാ ആദ്യം എന്തിനാന്ന് പറ. ഞാൻ നോക്കട്ടെ, നീ ആരോടാ ഇപ്പൊ ഇവിടുന്ന് ചാറ്റ് ചെയ്തെന്ന് നോക്കട്ടെ. നീ എന്തോ പറയുന്നത് ഞാൻ കേട്ടല്ലോ ഇംഗ്ലീഷില്. നോക്കട്ടെ, ഇങ്ങോട്ട് കാണിക്ക്. അമ്മ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. അതിന്റെ മലയാളം ഉണ്ടാവുമല്ലോ, അത് പറ എന്നാ. എന്റെ മലയാളം അല്ലേ? ആർട്ടിഫിഷ്യലിന്റെ മലയാളം എന്താ? അതിന് നല്ലത് ഇത് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് അങ്ങ് കാണിച്ചു തന്നാ പോരെ മക്കളെ. എന്തിനാ ഇങ്ങനെ ഉടായ്പ് കാണിക്കുന്നത് എന്നോട്? കള്ളത്തരമുള്ളത് കൊണ്ടാ ഓണാക്കാത്തത്. അതല്ല, AI മലയാളം എനിക്ക് അറിയില്ലല്ലോ. ഇതെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും? അത് ഞാൻ സഞ്ജുവിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിക്കോളാം, അവൻ എന്നെ പഠിപ്പിച്ചു. പക്ഷെ ഇതൊന്ന് ഓണാക്കിയിട്ട് എനിക്കൊന്ന് കിട്ടണം ഇപ്പൊ. ഒരു മിനിറ്റ്. അല്ല, ഈ ലോക്ക് ഞാനും കാണട്ടെ. ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ടല്ലേ ഇങ്ങനെ കാണിക്കേണ്ടത്? ഇത് ഞാൻ പഠിച്ചാൽ എന്താ പ്രശ്നം? എന്നിട്ട് വേണം എപ്പോഴും എന്റെ ഫോൺ എടുത്ത് നോക്കാൻ. ഞാൻ തരത്തില്ല. ഞാൻ എവിടെയെങ്കിലും ചുമരെല്ലാം അങ്ങനെ എഴുതി വെച്ചോളാം. കൊണ്ടാ, എപ്പോ ഒന്നും നോക്കത്തില്ല. തരത്തില്ല. എന്റെ ഫോൺ അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ട് കാണുന്നില്ലേ നിങ്ങള്? ഞാനുണ്ടായി കാണാത്ത അറിയാത്ത ലോക്കും മറ്റേ ഫേസ് ലോക്കും. മതി ഞാൻ കാണിച്ചു തരാം. പിന്നെ കാണിക്ക്.
എത്രയാന്ന്? ഇനി പറഞ്ഞ അല്ല ഒന്നും കൂടി എടുക്കും. സ്പീഡിൽ അടിക്കരുത്. സ്പീഡിൽ അടിച്ചാൽ ഞാൻ എനിക്ക് അങ്ങോട്ട് എൻ്റെ മൈൻഡിൽ ഓണായി. അതെങ്ങനെയാ? നീ കുറച്ച് നേരത്തെ ലോക്ക് അടിച്ചു, ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഓണായി പോലും. ഇതെന്താ എന്തൊരു തട്ടിപ്പുണ്ടല്ലോ. ഇത് ശരിക്കും ഇങ്ങനെ അടിക്ക്. കഷ്ടം നോക്ക്. ദേ ഇതിലും സ്ലോ ആക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനിയിപ്പൊ നീ ആ ചാറ്റ് ചെയ്ത ഇതെടുത്താട്ടെ. ആ ചാറ്റ് ചെയ്ത ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ് വിട്ടില്ല, അത് ഇങ്ങെടുത്താട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഇംഗ്ലീഷ് അല്ലേ? ഇതെങ്ങനെയാ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ എന്തോ എഴുതേക്കണേന്ന് വായിച്ചു. അങ്ങനെ എനിക്ക് അത്ര ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടാ. അതല്ല എന്നെ നിങ്ങൾ പറ്റിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുക്ക്, അല്ലെ നീ അത് ഡിലീറ്റ് ആക്കും. കണ്ടുപിടിച്ചിട്ടേ എന്നിട്ട് എന്റെ വാട്സപ്പിൽ എന്നോട് കൂടി പറയണം. എന്നെ എന്നാ സേവ് ചെയ്ത് വെച്ചിനി? അമ്മാന്ന്. അത് അമ്മാന്ന്. ഓ അങ്ങനെയെങ്കിലും കണ്ടല്ലോ അടി. അതിലേക്ക് വിട് ഷെറി.